Hi friends, welcome to our channel New Turn for You. Let's begin with the textbook signature, which is Calicut University Common Course English textbook. First, I am going to give an introduction about the textbook signature. This textbook includes, you all know that, 3 modules. Module 1, Module 2 and Module 3. Then Module 1 includes autobiographical writings and memos. Then Module 2, speeches and testimonies. Module 3, diaries and letters. First, we are going to learn the first section, autobiographical writings and memos, which includes the writers like Pablo Neruda, Rene Armstrong, Annie Dillard, etc. These all writers have some common features. Which are they? These writers have connected with their times and have written from their personal experiences. അപ്പം ഈ റൈറ്റേഴ്സിന് അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് 3 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 ആൻഡ് മൊഡ്യൂൾ 3. ദെൻ മൊഡ്യൂൾ 1 പറയുന്നതാണ് ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ്സ് ആൻഡ് മെമ്മോസ്. അതിൽ വരുന്ന റൈറ്റേഴ്സാണ് പാബ്ലോ നെരൂദ, റെനെ ആംസ്ട്രോങ്, ആനി ഡിലാർഡ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അവർക്ക് അവരുടെ കാലഘട്ടവുമായിട്ട്, അവർ ജീവിച്ചിരുന്ന കാലഘട്ടവുമായിട്ട് അല്ലെ അവരുടെ സൊസൈറ്റി ആയിട്ട് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് അതിൽ നിന്നുള്ള പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ് അവരെന്ത് ചെയ്തത്, അവരുടെ റൈറ്റിങ്സിലൂടെ ഷെയർ ചെയ്യുന്നത്. And this textbook also helps the readers to get in touch with the society they live in, observe the lives around them, approach people with sympathy, empathy, etc. ഇനി ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു വർക്ക് വായിക്കുന്ന സമയത്ത് നമ്മളുള്ളിലും എന്തുണ്ടാവണം, അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവണം. അതാണ് ഓരോ വർക്കും റീഡേഴ്സിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്, ഇവർക്ക് അവരുടെ സൊസൈറ്റി ആയിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതേപോലെ ഇവരുടെ വർക്ക്സ് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സൊസൈറ്റീനെ ഒബ്സർവ് ചെയ്യാനും ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എന്നതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യിക്കുക. പിന്നെ നമ്മുടെ ചുറ്റിലും കാണുന്ന ആളുകളുടെ ജീവിതത്തിനെ കുറിച്ചിട്ടൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റീസാണ് ഏതൊക്കെയാണ്, സിമ്പതി, എംപതി, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടെക്സ്റ്റ് ബുക്ക്. ദെൻ going to the first module, autobiographical writings and memoirs. You all heard about these two terms, autobiography and memoirs. What is the difference between these two words, autobiography and memoir? Autobiography, you all know that is the biography of oneself. നമ്മുടെ സ്വന്തമായിട്ട് ആത്മകഥ എന്നൊക്കെ പറയില്ലേ, നമ്മൾ സ്വന്തം നമ്മുടെ കാര്യങ്ങൾ എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി. ആൻഡ് ഇറ്റ് ഹാസ് മെനി ഡിഫറെൻറ്റ് ഫോംസ്. ഒരു രൂപത്തിൽ മാത്രമേ ഓട്ടോബയോഗ്രഫി, ആത്മകഥ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, അല്ലേ? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോംസ്? ലെറ്റേഴ്സ്, ഡയറീസ്, മെമ്മോസ് ഒക്കെ ഓട്ടോബയോഗ്രഫീൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്. അപ്പം മെമ്മോ എന്ന് പറയുന്നത് വൺ ഫോം ഓഫ് ഓട്ടോബയോഗ്രഫി. ഓട്ടോബയോഗ്രഫീൻ്റെ ഒരു ഫോമാണ് മെമ്മോ എന്ന് പറയുന്നത്. മറ്റേത് ഏതൊക്കെ രൂപത്തിൽ എഴുതാം? ലെറ്റേഴ്സ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം, ഡയറീസ് ആയിട്ട് എഴുതാം, ഒക്കെ ഉണ്ട്. ദെൻ ഓട്ടോബയോഗ്രഫി ഓൾവേസ് കീപ്സ് ക്രൊണോളജിക്കൽ ഓർഡേഴ്സ്. ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ പറയും. കുട്ടിക്കാലം പറഞ്ഞു, അപ്പോൾ വീണ്ടും അത് പ്രായമായിട്ടുള്ള കാലം പറയും. അങ്ങനെയല്ല, കുട്ടിക്കാലത്തിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഓരോ കാലങ്ങളുണ്ടാവില്ലേ നമുക്ക്, അഡോളസൻസ്, അങ്ങനെ പോകൂലേ. അങ്ങനെയാണ് ഒരു ക്രൊണോളജിക്കൽ ഓർഡർ കീപ്പ് ചെയ്യുക. അതാണ് ഓട്ടോബയോഗ്രഫി. ദെൻ വാട്ട് ഈസ് മെമ്മോ? മെമ്മോ ഈസ് എ നെറേറ്റീവ് that reveals experiences within the author's lifetime. അയാൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അയാളുടെ അനുഭവങ്ങൾ പറയുക. അതാണ് മെമ്മോസ് എന്ന് പറഞ്ഞത്. ഇറ്റ് പ്രൊവൈഡ് മച്ച് മോർ സ്പെസിഫിക് ടൈം ലൈൻ ആൻഡ് മച്ച് മോർ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് റൈറ്റേഴ്സ് മെമ്മറി, ഫീലിങ്സ്, തോട്ട്സ്, എക്സെട്ര. ഇനി അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെയാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു പ്രത്യേക സംഭവത്തിൽ ഓഥറിന് ഉണ്ടായിട്ടുള്ള ഫീലിങ്സ്, ഓഥറിൻ്റെ മെമ്മറീസ്, ഓഥറിൻ്റെ തോട്ട്സ്, ഇതൊക്കെയാണ് മെമ്മോസിലൂടെ നമ്മൾ ആ റൈറ്റേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പാബ്ലോ നെരൂദാസ് ദ പോം ദ വേർഡ്. പാബ്ലോ നെരൂദൻ്റെ പോം ആണ് വേർഡ്, ദ വേർഡ് എന്ന് പറയുന്ന പോയം. ദെൻ ഹു ഈസ് പാബ്ലോ നെരൂദ? പാബ്ലോ നെരൂദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീ ഈസ് എ റൊമാൻറ്റിക് പോയറ്റ് ഓഫ് ചിലി.
ദ നാഷണൽ പോയറ്റ് ഓഫ് ചിലി, ലാറ്റിൻ അമേരിക്കൻ പോയറ്റ്, ഇങ്ങനെയൊക്കെയാണ് ആരറിയപ്പെടുന്നത്? പാബ്ലോ നെരൂദ. ദെൻ വാട്ട് ഈസ് ഹിസ് ഒറിജിനൽ നെയിം? അയാളുടെ ഒറിജിനൽ നെയിം എന്താ? റിക്കാർഡോ എലിസിയൻ നെഫ്താലി റെയ്സ് ബസാൽട്ടോ. ഇതാണ് നെരൂദയുടെ ഒറിജിനൽ നെയിം. ബെറ്റർ നോൺ ബൈ ഹിസ്, ബട്ട് ഹി വാസ് നോൺ ബൈ ഹിസ് പെൻ നെയിം ഓർ ദ ലീഗൽ നെയിം, ദാറ്റ് ഇസ് പാബ്ലോ നെരൂദ. അയാൾ അറിയപ്പെടുന്നത് അയാളുടെ തൂലികാ നാമത്തിലാണ്, പെൻ നെയിം പാബ്ലോ നെരൂദ എന്നാണ് അറിയപ്പെടുന്നത്. ഹി വാസ് എ ചിലിയൻ പോയറ്റ് ആൻഡ് ഓൾസോ എ ഡിപ്ലോമാറ്റ്, പൊളിറ്റീഷ്യൻ ഒക്കെയാണ്. ഹു വൺ ദ നോബൽ പ്രൈസ് ഇൻ 1971 ഫോർ ലിറ്ററേച്ചർ. 1971 ലിറ്ററേച്ചറിന് അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്രിട്ടിക്സ്, വിമർശകർ, സാഹിത്യ വിമർശകരൊക്കെ ഉണ്ടാവില്ലേ, ഒരാൾ എഴുതിയിട്ടുള്ള വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അതിലെ തെറ്റുകളും ശരിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വിമർശിച്ച് എഴുതുന്ന ക്രിട്ടിക്സ് അയാളെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? ക്രിട്ടിക്സ് ഹാവ് പ്രേസ്ഡ് നെരൂദ. അയാളെ വിമർശിച്ച് പറഞ്ഞതല്ല, പുകഴ്ത്തി പറഞ്ഞതാണ്. എന്താണ്? ആസ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് റൈറ്റിംഗ് ഇൻ ദ സ്പാനിഷ് ലാംഗ്വേജ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം. അയാൾ ജീവിച്ച അയാളുടെ കാലഘട്ടത്തിൽ ഇതുവരെ എഴുതപ്പെട്ടതിലും വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പാനിഷ് റൈറ്ററാണ് ആര് എന്ന് പറഞ്ഞിട്ടുള്ളത്? നെരൂദ. നെരൂദനെ കുറിച്ചിട്ട് ക്രിട്ടിക്സ് പറഞ്ഞതാണ്. ആൻഡ് ഹി ഹാസ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് സ്പാനിഷ് ലാംഗ്വേജ്, സ്പാനിഷ് കൾച്ചർ, ആൻഡ് ഓൾസോ ഹി വാസ് അഡിക്റ്റഡ് ടു സ്പാനിഷ് റെവല്യൂഷൻ ആൻഡ് ലൈഫ് എക്സെട്ര. ഇനി എന്തൊക്കെയാണ് നെരൂദനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഹിസ് മെമ്മോ ഇസ് എ നെരൂദാസ് ഫൈൻ നെറേഷൻ ഓഫ് ലാറ്റിൻ അമേരിക്കൻ ഹിസ്റ്ററി. ലാറ്റിൻ അമേരിക്കൻ ഹിസ്റ്ററീൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നെറേഷനാണ് മെമ്മോസിലൂടെ നെരൂദ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലൈഫ് എന്താണ് അത് കാണിക്കുക. ഹി ഹാഡ് ഇൻറ്റിമേറ്റ് അസോസിയേഷൻ വിത്ത് ദ റൈറ്റേഴ്സ് ലൈക്ക് പിക്കാസോ, വാലജോ, ഗാന്ധി എക്സെട്ര. ഇനി പാബ്ലോ നെരൂദ എന്ന് പറയുന്ന റൈറ്റർ, അയാൾ എന്താണ്? സ്പാനിഷ് ലാംഗ്വേജ് ആയിട്ട്, സ്പാനിഷ് എന്ന് പറയുന്ന കൾച്ചറായിട്ട് കൂടുതൽ അയാൾ എന്തായിരുന്നു? ക്ലോസ്ലി കണക്റ്റഡ് ആയിരുന്നു. അയാൾക്ക് അതേപോലെ തന്നെ ഒരുപാട് റൈറ്റേഴ്സും അയാൾ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആരൊക്കെയാണ്? പിക്കാസോ, വാലജോ, പിന്നെ അതേപോലെ മഹാത്മാഗാന്ധി, മാവോ സേതുങ്, അങ്ങനെയുള്ള കുറേ. ഇയാൾ എന്താണ്? ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു, ഡിപ്ലോമാറ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവരൊക്കെ ആയിട്ട് എന്തുണ്ട് എന്ന് പറയുന്നത്? ഒരുപാട് റിലേഷൻഷിപ്പ് ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ അയാളുടെ റൈറ്റിങ്സിലൂടെ നമുക്ക് അയാൾ റിഫ്ലക്റ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്? ദ വേർഡ് എന്ന് പറയുന്ന പോയം, അയാളുടെ പോം ആണ് ദ വേർഡ്. ദ വേർഡ് ഇസ് എ ഗ്രേറ്റ് പിയൻ ടു പോയട്രി. നെരൂദാസ് റിലീഷ്യസ് വേർഡ്സ് സേവേഴ്സ് ദം ആൻഡ് fondles them in an attempt at harnessing their poetic potentials and emotions in diverse permutations, eliciting rapture. The whole passage is rendered in italics and stands out like a poem. ഇതെന്ന് പറയുന്നത് ഒരു പ്രോസ് ആണ് ശരിക്കും. ദ വേർഡ് എന്ന് പറയുന്ന പോം പേജ് നമ്പർ 13 നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇറ്റാലിസൈസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു പോയറ്റിക് റെൻഡറിങ്ങിന് വേണ്ടിയിട്ടാണ്, ആ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ. ഇതൊരു പ്രോസ് ആണ്. അയാളൊരു എന്താണ്? പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗദ്യം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ മലയാളത്തിൽ? പ്രോസിൻ്റെ പ്രോസ് ആണ് ശരിക്കും. അതിനൊരു പോയറ്റിക്കൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇറ്റാലിസൈസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഹി ഓൾസോ യൂസസ് ലോട്ട്സ് ഓഫ് ഇമേജസ് ആൻഡ് he used the techniques of surrealism. അതൊക്കെയാണ്. ഒരുപാട് ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ടാക്ടൈൽ ഇമേജ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പോയറ്റിക്കൽ ഡിവൈസസ്, ടെക്നീക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സിമിലി, പേഴ്സോണിഫിക്കേഷൻ, അങ്ങനെയുള്ള ഒരുപാട് എന്താണ് ടെക്നീക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് എ സെറിയലിസ്റ്റിക് റൈറ്റർ. സെറിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂവ്മെൻ്റ് ആണ്. ഇംഗ്ലീഷിലുണ്ടായിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു കൾച്ചറൽ മൂവ്മെൻറ്റ്. ലിറ്ററേച്ചറിന് മാത്രമെന്ന് പറയാൻ പറ്റില്ല, ഒരു കൾച്ചറൽ മൂവ്മെൻ്റ് ആണ് എന്ത്? സെറിയലിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് എന്താ പറയുക, സെറിയലിസ്റ്റിക് പിക്ചേഴ്സൊക്കെ നമ്മൾ കാണാറുണ്ട്. സെറിയലിസ്റ്റിക് പിക്ചേഴ്സ് നിങ്ങൾക്ക് അതായത് പിക്ചേഴ്സ് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സെറിയലിസം എന്ന് പറയുന്ന ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള. എന്താണ് സെറിയലിസം? It is a cultural movement that began in the early 1920s. Early 1920s തുടങ്ങിയിട്ടുള്ള ഒരു കൾച്ചറൽ മൂവ്മെൻ്റ് ആണ് സെറിയലിസം എന്ന് പറഞ്ഞാൽ. സെറിയലിസം ഒരു കൾച്ചറൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന സംഭവങ്ങൾ, അതാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ?
ഇൻ ദ ഏർലി 1920s, ആ ഒരു 1920 ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങിയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് സെറിയലിസം. It sought to release the creative potential of the unconscious mind, for example by the irrational juxtaposition of images. അപ്പം എന്താണ് ചെയ്യുന്നത്? ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനുള്ള എന്താണ് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അൺകോൺഷ്യസ് മൈൻഡിലുള്ള നമ്മുടെ ക്രിയേറ്റീവ് ടാലൻറ്റ് അല്ലെ ക്രിയേറ്റീവ് പൊട്ടൻഷ്യലിനെ പുറത്ത് കൊണ്ടുവരണം എന്നെങ്കിലേ ഉള്ളൂ എന്താണ് നമ്മൾക്ക് അതായത് നമ്മളെ ഉള്ളിലുള്ള കഴിവുകളെ പൂർണ്ണമായൊരു രൂപം പുറത്തേക്ക് വരികയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരുപാട് ഇമേജസ് യൂസ് ചെയ്യുക. Then surrealism was a means of reuniting conscious and unconscious realms of experience, so completely that the world of dreams and fantasy would be joined together. അപ്പം അവിടെ എന്ത് വേണം എന്നാണ് പറയുന്നത്? ഡ്രീമിൻ്റെയും ഫാൻറ്റസിയും വേൾഡ്, അതായത് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിൽ ആ ഒരു ഇമേജിൽ എന്തുണ്ടാവും? ഡ്രീം ഉണ്ടാവും, ഫാൻറ്റസി ഉണ്ടാവും, അതിൻ്റെ കൂടെ റിയാലിറ്റിയും ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെ ചേർത്തിട്ട് ഉള്ളൊരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്? സെറിയലിസം എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഏർലി 1920s ഒരു കൾച്ചറൽ മൂവ്മെൻ്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണ്? പാബ്ലോ നെരൂദ യൂസസ് ദ ടെക്നീക്സ് ഓഫ് സെറിയലിസം ഇൻ ഹിസ് പോം ദ വേർഡ്. ഇനി ദ വേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ? ദ പോയം ഈസ് അബൌട്ട് വേർഡ്സ്. പോയം എന്തിനെ കുറിച്ചാണ്? വാക്കുകളെ കുറിച്ചാണ് പറയുന്നത്. വാക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയാം അല്ലേ? മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത്. അതാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ വേൾഡിലെ ഏറ്റവും പ്രയർ ഇമ്പോർട്ടൻസ് ഏതിനാണ്? വാക്കുകൾക്കാണ് അല്ലേ? വാക്കുകൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ പല രീതിയിലും വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇനി ഇവിടെ വാക്കുകൾ എന്ന് പറയുന്ന സമയത്ത് വെറുതെ വാക്കുകളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോവില്ല. വാക്കുകളെ റൈറ്റർ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഇമേജ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ആ ഇമേജിൻ്റെ ഹെൽപ്പോടുകൂടി പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഫസ്റ്റ് ലൈൻ. You can say anything you want, yes, but it is the words that sing, they soar and descend. I bow to them, I love them, I cling to them, I run them down, I bite into them, I melt them down. I love words so much, the unexpected ones, the ones I wait for greedily or stalk until suddenly they drop. Walls I love, they glitter like colored stones, they leap like silver fish. They are form, thread, metal, dew. I run after certain words. They are so beautiful that I want to fit them all into my palm. I catch them in mid-flight. As they buzz past, I trap them, clean them, peel them. I set myself in front of the dish. They have a crystalline texture to me, vibrant, ivory, vegetable, oily like fruit, like algae, like agates. First two lines, you can say anything you want, yes sir, but it's the words that sing, they soar and descend, I bow to them. അപ്പം എന്താണ് ഫസ്റ്റ് ലൈനിൽ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്തിനെക്കുറിച്ച് വേണമെങ്കിലും പറയാം, ബട്ട് ഇറ്റ്സ് ദ വേർഡ്സ്. പക്ഷേ അതൊക്കെ എന്താണെന്നാണ് പറഞ്ഞത്? അതൊക്കെ വാക്കുകളാണ്. You can say anything you want, but it's the words that sing, soar and descend. I bow to them, I love them, I cling to them, I run them down, I bite into them, I melt them down. അപ്പം നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പറയണമെങ്കിൽ ആരുടെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്? വേർഡ്സ് അല്ലേ? ദാറ്റ് സിങ്, നമ്മൾക്ക് പാടണമെങ്കിൽ വേർഡ്സ് ആവശ്യമാണ്. ദേ സോർ, ക്ലൈംബിങ് ഹൈ എന്നാണ്. സോർ എന്ന് പറഞ്ഞാൽ ക്ലൈംബിങ് ഹൈ, ഉയരത്തിൽ പോകുന്നു. അപ്പം താഴേക്ക് വരുന്നതും ഉയർന്നു പൊങ്ങുന്നതും പാടുന്നതും ഒക്കെ വാക്കുകളാണ്. വാക്കുകളില്ലാതെ എന്തെങ്കിലും കഴിയുമോ? ഇല്ല. ഇപ്പം നമുക്ക് ആംഗ്യങ്ങൾ ഉപയോഗിക്കാം, ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. വി ക്യാൻ യൂസ് ജെസ്റ്റേഴ്സ്. പക്ഷേ അതിനൊക്കെ എന്തുണ്ട്? ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിൽ. അപ്പം ഐ ബോ ടു ദം, ഐ ലവ് ദം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവയുടെ മുന്നിൽ എന്താണ്? തല കുനിക്കുകയാണ്. ആൻഡ് ഓൾസോ ഐ ലവ് ദം, ഞാൻ അവയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു.
ഐ ക്ലിങ് ടു ദം. ക്ലിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഹഗ് ചെയ്യുക അല്ലേ? ഞാൻ അവയെ ഗാഠമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കാം. ഐ റൺ ദം ഡൗൺ. ഞാൻ അവയെ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്? ഓടിച്ചിട്ട് പിടിക്കും. ഐ ബൈറ്റ് ഇൻ ടു ദം. ഞാൻ അവയെ എന്ത് ചെയ്യും? കടിക്കുന്നു. ഇപ്പോൾ വാക്കുകളെ കടിക്കുന്നു, കണ്ടോ? അതാണ് ഇമേജ് എന്ന് പറയുന്നത്. അവിടെയാണ് വരുന്നത്. സെറിയലിസം എന്ന് പറയുന്ന ടെക്നീക്സ് ഒക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു പേഴ്സണലൈസേഷൻ വരികയാണ്. നമ്മളൊരു വസ്തുവിനെ കടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ്? ഫുഡ് ആവാം, അല്ലെങ്കിൽ നമ്മൾ അല്ലേ കടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിനെന്തെങ്കിലും ഒരു ഫീലിംഗ്, എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് അതിലൊരു റിസൾട്ട് ഉണ്ടാവും അല്ലേ? ഇവിടെ വാക്കുകളെ കടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ അറിയാം. നമ്മൾ വിചാരിക്കും എന്താണ് ഇയാളെന്താ പറയുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വരുമെങ്കിലും കൂടി അതിന് ഇന്നർ ഒരു മീനിങ് ഉണ്ട്. വാക്കുകളെ ഞാൻ കടിക്കുന്നു എന്ന് പറയുമ്പം എന്താണ്? ഹി വോണ്ട് ടു ടേസ്റ്റ് സംതിങ്. ചിലപ്പോൾ അതായിരിക്കാം. ഐ മെൽറ്റ് ദം ഡൗൺ. ഞാൻ അവയെ എന്ത് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത്? ഉരുക്കാറുണ്ട്. ഉരുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റിനെ അതിൻ്റെ സൈസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കാനോ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെ ചില വാക്കുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത്? ഇതിൽ കാഠിന്യമുള്ള വാക്കുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അങ്ങനെ കാഠിന്യമുള്ള വാക്കുകൾ എൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? അതിനെ മെൽറ്റ് ചെയ്യാറുണ്ട്, ഞാൻ അതിനെ ഉരുക്കാറുണ്ട്. ഐ ലവ് വേർഡ് സോ മച്ച്. എന്തായിരുന്നാലും എനിക്ക് ആരെ വളരെയധികം ഇഷ്ടമാണ്? വാക്കുകളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദ അൺഎക്സ്പെക്റ്റഡ് വൺസ്, ദ വൺസ് ഐ വെയിറ്റ് ഫോർ ഗ്രീറ്റ്ലി ഓർ സ്റ്റോപ്സ് അൺടിൽ സഡൻലി. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പോൾ അല്ലേ മറ്റുള്ളവരിൽ നിന്നും പല വാക്കുകളും നമുക്ക് കേൾക്കേണ്ടി വരാറുണ്ട് അല്ലേ? അതാണ് അൺഎക്സ്പെക്റ്റഡ് വേർഡ്സ് എന്ന് പറയുന്നത്. ദേ കം അൺഎക്സ്പെക്റ്റഡ്ലി. അവ നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പോൾ വരുന്ന ചില വാക്കുകളുണ്ട്. എങ്ങനെയായിരുന്നാലും ദ വൺസ് ഐ വെയിറ്റ് ഫോർ ഗ്രീഡ്ലി ഓർ സ്റ്റോക്സ് അണ്ടിൽ സഡൻലി. ഞാൻ എങ്ങനെയായിരുന്നാലും വാക്കുകൾക്ക് വേണ്ടി വളരെ എന്താണ് ഗ്രീഡിലി പറഞ്ഞാൽ ആർത്തിയോടെ ഞാൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? കാത്തിരിക്കാറുണ്ട്. ദ വൺസ് ഐ വെയിറ്റ് ഫോർ ഗ്രീഡ്ലി ഓർ സ്റ്റോക്സ് അണ്ടിൽ സഡൻലി. ചില സമയത്ത് ഞാൻ എന്താണ് എന്ന് പറയുന്നത്? അപ്രോച്ച് സ്റ്റെൽത്തിലി എന്നാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. കള്ളനെ പോലെ പതുങ്ങി ഞാൻ അവയെ എന്ത് ചെയ്യാറുണ്ട്? പെട്ടെന്ന് പോയി പിടിക്കാറുണ്ട്. ദേ ഡ്രോപ്പ് വാൾസ് ഐ ലവ്. അപ്പം ചിലപ്പോൾ എന്താണ്? ഞാൻ ആകാംക്ഷയോടെ അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും, ചിലപ്പോൾ അവരുടെ പിറകെ പോകാറുണ്ട് അല്ലേ? പതുങ്ങി പോയി അവരുടെ പിന്നിൽ പോയി ഞാൻ പിടിക്കാറുണ്ട്. സ്റ്റോക്സ് അൺടിൽ ദേ ഡ്രോപ്പ്. ചില സമയത്ത് അവ താഴേക്ക് വീണു പോവും. ചില വാക്കുകൾ നമ്മളെ കയ്യിൽ നിന്ന് കൈവിട്ട് പോവാറില്ലേ? അതാണ് വാൾസ് ഐ ലവ്. എന്നിരുന്നാലും ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? വാൾസ് എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളെയാണ് ഞാൻ. വാക്കുകളുണ്ട്, വാക്കുകളിൽ ഇത്രയും നേരം വാക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്, വേർഡ്സ് എന്ന് പറഞ്ഞു. ഇനി അതിൽ വേർഡ്സ് ഉണ്ടാവണമെങ്കിൽ എന്താണ്? സൗണ്ട്സ് ആവശ്യമാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഫോണിറ്റിക്സിലെ? വാൽസും കോൺസണൻസ് എന്നൊക്കെ പറയുന്നില്ലേ? സൗണ്ട്, ശബ്ദങ്ങൾ ആവശ്യമാണ്. അപ്പം വാക്കുകളിൽ ഏറ്റവും ഞാൻ സ്നേഹിക്കുന്നത് ആരെയാണ്? അക്ഷരങ്ങളെയാണ്. ഏത് അക്ഷരങ്ങളെയാണ്? വാൽസ്. എന്തുകൊണ്ടാണ്? വാൽസ് ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു. ദേ ഗ്ലിറ്റർ ലൈക്ക് കളേർഡ് സ്റ്റോൺസ്. അവിടെ ലൈക്ക് എന്ന് പറയുമ്പം ഏതാണ് പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്തത്? സിമിലിയാണ്. ദേ ഗ്ലിറ്റർ ലൈക്ക് കളേർഡ്. അപ്പം ഒന്നിനെ എന്താണ് മറ്റൊന്നെ കമ്പയർ വിത്ത് അനദർ ഓബ്ജക്റ്റ് അല്ലേ? അതാണ് ദേ ഗ്ലിറ്റർ ലൈക്ക് കളേർഡ് സ്റ്റോൺസ്. എന്തുകൊണ്ടാണ് പോയറ്റിന് അതിനെ ഇഷ്ടമായത്? അവ നല്ല നിറമുള്ള കല്ലുകളെ പോലെ അവ എന്ത് ചെയ്യാറുണ്ട്? തിളങ്ങാറുണ്ട്, വർണ്ണക്കല്ലുകളെ പോലെ. ദ ലീപ്പ് ലൈക്ക് സിൽവർ ഫിഷ്. അവ എന്തിനെ പോലെ കുതിച്ച് ചാടാറുണ്ട്? ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാടുക, ലീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടുക, ഓടുക. ആട്ടിൻകുട്ടിയൊക്കെ ചാടുന്നില്ലേ? അതാണ് ലീപ്പ്. ദ ലീപ്പ് ലൈക്ക് സിൽവർ ഫിഷ്. അതെന്താണ്? ഒരു സിൽവർ ഫിഷിനെ പോലെ ചാടാറുണ്ട്. ദേ ആർ ഫോം. എന്താണ്? നുരയും പതയും വരെ ഫോം ആൻഡ് ഫ്രോത്ത് എന്ന് കേട്ടില്ലേ? ദേ ആർ ഫോം. ചില സമയത്ത് പതഞ്ഞ് പൊങ്ങാറുണ്ട്. ത്രെഡ്, മെറ്റൽ. എന്തിനെ പോലെയാണ്? നൂല് പോലെയാണ്. ചില സമയത്ത് നൂല് പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഉറപ്പുണ്ടാവും, നല്ല എന്താണ് തിന്നായിട്ടുള്ളത്. മെറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ളത്. ലൈക്ക് ഡ്യൂ. ഏതുപോലെയുമാണ് എന്നാണ് പറയുന്നത്? മഞ്ഞുതുള്ളി പോലെയാണ് എന്നാണ് പറയുന്നത്. ഐ റൺ ആഫ്റ്റർ സർട്ടൻ വേർഡ്സ്. ചില വാക്കുകളുടെ പിറകെ ഞാൻ ഓടാറുണ്ട്. ചില കാര്യങ്ങൾ എന്താണ്, നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു വേർഡ്സ് ഉപയോഗിക്കണേ, നമ്മളത് തപ്പിപ്പിടിച്ച് അതിൻ്റെ പിന്നാലെ പോവും. അതാണ് ആ വാക്ക് തന്നെ അവിടെ യൂസ് ചെയ്താലേ അത് മീനിങ് ഫുൾ ആവുള്ളൂ എന്നുള്ള സർട്ടൻ ഒക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ വാക്കിൻ്റെ പിന്നാലെ പോവും. യെസ്, അതാണ് ഐ റൺ ആഫ്റ്റർ സർട്ടൻ വേർഡ്സ്. ദേ ആർ സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഐ വോണ്ട് ടു ഫിറ്റ് ദം ഓൾ ഇൻ ടു മൈ പോയം.
അവയൊക്കെ എന്താണ് എന്നാണ് പറയുന്നത്, ഒരുപാട് സുന്ദരമായിട്ടുള്ള മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ എന്താണ് എൻ്റെ കവിതയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നത്. ഐ ക്യാച്ച് ദം ഇൻ മിഡ് ഫ്ലൈറ്റ്. അവയെന്താണെന്ന് പറയുക, എൻ്റെ അടുത്തുകൂടെ അങ്ങനെ ചില വാക്കുകൾ പറന്നു പോകും. നമ്മൾ പറയാറില്ലേ, അയ്യോ ആ വാക്ക് എനിക്ക് ഇനിയും എൻ്റെ മനസ്സിലുണ്ട്, അങ്ങനെയൊക്കെ പറയില്ല നമ്മൾ. അതാണ് എൻ്റെ മുന്നിലൂടെ എൻ്റെ അടുത്തുകൂടെ ഈ വാക്കുകളൊക്കെ ഞാൻ എൻ്റെ അടുത്തുകൂടെ പറന്നു പോകുമ്പോൾ ഞാൻ അവയെ എന്ത് ചെയ്യാറുണ്ട്, പിടിക്കാറുണ്ട്. ആസ് ദ ബസ് പാസ്റ്റ് ഐ ട്രാപ്പ് ദം, ക്ലീൻ ദം, പീൽ ദം. അപ്പം അവയെന്താണ്, നമ്മൾ എൻ്റെ അടുത്തുകൂടെ പറന്നു പോകുന്ന സമയത്ത് ഞാൻ അവയെ എന്ത് ചെയ്യും, ട്രാപ്പ് ദം. അവ ബസ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പറന്നു പോകുന്ന സമയത്ത് ഞാൻ അവയെ കെണിയിലാക്കും. ക്ലീൻ ദം, ഞാൻ എന്നിട്ട് അവയൊക്കെ എന്ത് ചെയ്യും, വൃത്തിയാക്കും. പീൽ ദം, നമ്മൾ ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഒരു ഇമേജാണ്, ഒരു ടെക്നീക്കാണ്. അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ വാക്കുകളൊക്കെ ഇത് ചെയ്യുമോ, പറന്നു പോകുമോ വാക്കുകൾ നമ്മളെ മുന്നിലൂടെ, നമ്മൾ അതിനെ പിടിക്കാറുണ്ടോ, ട്രാപ്പ് ചെയ്യാറുണ്ടോ, ക്ലീൻ ചെയ്യാറുണ്ടോ? പീൽ ദം എന്നൊക്കെ പറയുമ്പോൾ, പീൽ ചെയ്യാന്നൊക്കെ പറയുമ്പം എന്താണ്, പീലിംഗ് വെജിറ്റബിൾസ്, അതൊക്കെ നമുക്കറിയാം. അപ്പം എന്താണ്, നമ്മളെ കോൺഷ്യസ് മൈൻഡ് റിയൽ ആയിട്ടുള്ളതിനെ ഫാൻറ്റസി വേൾഡും റിയൽ വേൾഡുമായിട്ടുള്ളൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, വാക്കുകളെക്കുറിച്ചാണോ പറയുന്നത്, അല്ലെ വാക്കുകൾക്കപ്പുറമുള്ള വാക്കുകളെക്കുറിച്ചാണോ ഇതിലൂടെ പറയുന്നതെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഐ ട്രാപ്പ് ദം, ക്ലീൻ ദം, പീൽ ദം, ഐ സെറ്റ് മൈ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡിഷ്. അപ്പം ഇവയൊക്കെ തൊലി കളഞ്ഞ് ഞാനൊരു ഡിഷ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിന് മുന്നിൽ ഞാൻ ഇരിക്കും. അപ്പം എന്താണ്, അത് കാണാൻ നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത്. ദേ ഹാവ് എ ക്രിസ്റ്റലൈൻ ടെക്സ്ചർ ടു മീ. ഇവയ്ക്കൊക്കെ എന്തുണ്ട്, നല്ല ഭംഗിയുണ്ട്. വൈബ്രൻറ്റ്, ഐവറി വെജിറ്റബിൾ, ഓയിലി ലൈക്ക് ഫ്രൂട്ട്, ലൈക്ക് ആൽഗെ, ലൈക്ക് എഗേറ്റ്സ്. ഇതൊക്കെ എന്തിനോടാണ് പോയിട്ട് കമ്പയർ ചെയ്യുന്നത്, അവയൊക്കെ ഏതുപോലെയാണെന്നാണ് പറയുന്നത്, വളരെ ദേ ആർ വൈബ്രൻറ്റ്. അവയെ കാണാൻ നല്ല ജീവനുണ്ട്. വൈബ്രൻറ്റ്, ജീവൻ തുടിക്കുന്നതാണ്. ഐവറി എന്ന് പറഞ്ഞാൽ, ഐവറി മീൻസ് എന്താണ്, ആനക്കൊമ്പ്, അതൊക്കെയാണ്. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മാർദ്ദവമുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, പച്ചക്കറി പോലെ, വെജിറ്റബിളിനെ പോലെയാണ്, ഓയിലിയാണ്, പഴങ്ങളെ പോലെയാണ്. ഇതൊക്കെ ഓദറിന് ഫീൽ ചെയ്യാണ്. ഹീ ഫെൽറ്റ് വേർഡ്സ് ആർ ലൈക്ക്, എന്താണ്, ലൈക്ക് ഐവറി, വെജിറ്റബിൾസ്, ഓയിലി, ഫ്രൂട്ട്സ്, ആൽഗെ, എഗേറ്റ്സ്. ഇതൊക്കെ പോലെയാണ്. ആൽഗെ പറഞ്ഞാൽ എന്താ അറിയാലോ നിങ്ങൾക്ക്, ആൽഗെ വെള്ളത്തിലുള്ള പായൽ എന്നൊക്കെ പറയും നമ്മൾ, ആൽഗേസ്. ദെൻ എഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൊട്ടക്റ്റീവ് സ്റ്റോൺസ്, അല്ലെ മാന്ത്രിക കല്ലുകൾ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോലെ ശക്തിയുള്ള കല്ലുകളെ പോലെയാണ് ചില സമയങ്ങളിൽ എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ്സ്. അപ്പം വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് അവർ ലൈഫ്സ്. അപ്പം നമ്മുടെ ജീവിതവുമായിട്ട്, ജീവനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അവയെ നമുക്ക് എന്തായിട്ടാണ്, ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ലൈഫിലുള്ള ഓരോ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ഓബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാം. അതിനൊക്കെ അയാൾ യൂസ് ചെയ്യുന്ന, അല്ല പോയിറ്റ് യൂസ് ചെയ്യുന്ന ഇമേജാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, വേർഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നെങ്കിലേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സസും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.